എന്താ? ബാങ്കിലെ അക്കൗണ്ടിൽ ഇനി ഒറ്റ രൂപ പോലും ഇല്ല. ഉടനെ കുറെ പണം ഉണ്ടായേ പറ്റും. നെല്ലുവിറ്റ രൂപ മുഴുവനും തീർന്നോ? നല്ല ചോദ്യം. പണം കയ്യിലിരുന്ന പെറ്റി വരുമെന്നാണോ നിന്റെ വിചാരം? എന്റെ ഒരു സ്നേഹിതനോട് കുറെ പണം വാങ്ങിയിരുന്നു, അതും തീർന്നു. ഈ കൃഷിപ്പണി കുറെ ചെലവുള്ള കാര്യമാണ്. ചുമട് കാൽപ്പണം, ചുമട്ടുകൂലി മുക്കാപ്പണം എന്ന് പറഞ്ഞ പോലെ കൂട്ടത്തിൽ അച്ഛന്റെ ചികിത്സയും. അതൊക്കെ പറയും, അച്ഛൻ കേൾക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, കുറെ ആഭരണങ്ങളുടെ പണയം വെച്ച് കുറെ രൂപ വാങ്ങും. അടുത്ത മാസം തേങ്ങ വെക്കുമ്പോ ഞാൻ അതെല്ലാം എടുത്തു തന്നേക്കാം. ചെല്ലേ. നീ വിഷമിക്കുന്ന എന്തിനാ? ഉടനെ ഞാനിതെല്ലാം തിരിച്ചെടുത്ത് തന്നേക്കാം. അവൻ പോയോ? പോയി. അച്ഛൻ എന്തിനാ എഴുന്നേറ്റ് വന്നത്? വരൂ. മോളെ, സുരേന്ദ്രന്റെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയാണ് ഇനി അവനെ നിയന്ത്രിക്കാനുള്ളത്. അച്ഛൻ വിഷമിക്കാതിരിക്കൂ, എല്ലാം നേരെയാകും. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. എന്റെ മോൻ രാജേന്ദ്രന്റെ മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവൻ ഇനി വരില്ല, ഒരിക്കലും വരില്ല. അവൻ അഭിമാനിയാണ്. എന്താണ് തുറച്ചു നോക്കുന്നത്? പുതുതായി നിയമിച്ച ഡ്രൈവറാണ്. അറിയാമോ? ക്യാമറ നിർത്തക്കാവുന്ന റാണി ഇവൻ ആളൊരു സാധുവാ. പരിചയപ്പെടുമ്പോ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കോളും. റാണി ഇങ്ങോട്ട് പോയിക്കോളും. എനിക്ക് അവളെ നല്ല പോലെ അറിയാം. അവൾ രാധിക തന്നെയാണ്. അവൾ എന്റെ അനിയന്റെ കൂടെ കോളേജിൽ പഠിച്ചവളല്ലേ? അയ്യോ പൊട്ട, നിനക്ക് അബദ്ധം പറ്റിയതാണ്. അവളുടെ പേര് രാധിക എന്നല്ല, റാണി എന്നാണ്. ഈ ഹോട്ടലിലെ ക്യാമറ നടത്തുകയാണ്. എനിക്ക് യാതൊരു സംശയവും അവൾ രാധിക തന്നെ. ഒരു പക്ഷേ ക്യാമറ നടത്തുകയായപ്പോ അവർ പേര് മാറ്റിയിരിക്കും. അല്ല, അതിനിപ്പോ എന്താണ് കുറവ്? ജീവിക്കാൻ വേണ്ടി അവരവരുടെ തൊഴിലനുസരിച്ച് പേര് മാറ്റിയിട്ട് പലരുമില്ലേ? കുഞ്ഞെന്തിനായി ആഹാരമൊക്കെ എടുത്ത് നോക്കുന്നേ? തന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് ഇരുന്നത്? താൻ ആ വാതിക്ക് പോയി അമ്മ വരുന്നുണ്ടെന്ന്. ഈ അലമാരിക്കകത്ത് രഹസ്യങ്ങളൊന്നും ഇല്ല. രഹസ്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഞാനോടൊന്ന് അറിയട്ടെ. തനിക്കറിയാമോ, അമ്മയുടെ സ്നേഹം എപ്പോഴും മകളുടെ ഭാഗത്ത്. നാളെ ഞാൻ കരിമ്പുചണ്ടി ആയാലും. അപ്പൊ നിങ്ങൾ അമ്മയും മോനും മോളും ഒക്കെ ഒറ്റക്കൊലയിലല്ലേ? അമ്മ, മകൻ, ചേട്ടൻ, അനിയത്തി, ഇതിനേക്കാൾ ഒക്കെ വലുതാണ് മനുഷ്യന് പണത്തിനോടുള്ള ബന്ധം. തനിക്ക് വയസ്സ് 14-45 ആയില്ലേ? ഇതുവരെ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരെങ്കിലും ഉണ്ടോ? ഇല്ലേ, ഇവിടുന്ന് പുറത്തിറക്കി വിട്ട പെരുവഴി തന്നെ ശരണം. ആ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് നിന്നാൽ തനിക്ക് 2 ഏക്കർ സ്ഥലം ഞാൻ എഴുതി. 2 ഏക്കർ സ്ഥലമോ? എന്റെ കർത്താവേ! റാണി, കാഠ്മാണ്ഡുവിലുള്ള ഒരു ഹോട്ടൽ ഉടമ നിന്നെ അവിടെ ക്യാബിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അയക്കാമെന്ന് ഞാൻ മറുപടിയും കൊടുത്തു. വേണ്ട സർ, ഞാൻ ഒരിടത്തും പോകുന്നില്ല. എനിക്കും എന്റെ കുഞ്ഞിനും കഴിയാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മതി. മഠേ, മുഖത്ത് വന്ന് കയറുന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. നീ അവിടെ പോയാൽ നിനക്ക് ലോക പ്രശസ്തയ ഒരു നർത്തകിയായിട്ട് ഉയരാം. ധാരാളം പണവും സമ്പാദിക്കാം. സാർ, ഞാൻ ഈ ഹോട്ടൽ നർത്തകിയായത് ജീവിക്കാൻ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ പണവും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല. പക്ഷെ ഞാൻ വാക്ക് കൊടുത്തു റാണി. എന്നോട് ചോദിക്കാതെ സാർ എന്തിനാ വാക്ക് കൊടുത്തത്?
നീ അവിടെ നർത്തകിയായി പോയാൽ എനിക്ക് ആ ഹോട്ടൽ പാർട്ട്ണർഷിപ്പ് കിട്ടും. നമ്മുടെ രണ്ടുപേരുടെയും നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് സമ്മതിച്ചത്. ക്ഷമിക്കണം സാർ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് മേക്കപ്പിന് സമയമായി. ശരി, ആരംഭിച്ചോളൂ. ബോയ്, ആ പൊട്ടനില്ലേ ഡ്രൈവർ, അവനിങ്ങോട്ട് വരാൻ പറയും. ഇന്നത്തെ നൃത്തത്തിന് ഞാൻ റാണിക്കൊരു പുതിയ ഡ്രസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, പക്ഷെ എന്റെ ഉയർച്ചയെ കുറിച്ച് നിനക്കൊരു താല്പര്യവുമില്ല. റാണിക്ക് ക്യാബ്രയ്ക്ക് ഒരു പുതിയ ഡ്രസ് തയ്ക്കാൻ ടൈലറോട് പറഞ്ഞിട്ടില്ലേ? ക്യാബ്രെ ഡ്രസ്, ക്യാബ്രെ ഡാൻസിനുള്ളത്. അത് തന്നെ. ആ ടൈലറെ വിളിച്ച് ഡ്രസ്സും എടുത്ത് എന്റെ മുറിയിലേക്ക് വരാൻ പറയും. എന്റെ മുറിയിലേക്ക് വരാൻ പറയും. ഹലോ, വാസ് വേണോ? അതെ, ഞാൻ തന്നെ. എന്തൊക്കെ മാർഗം നോക്കിയിട്ടും റാണി ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല. ഇതെന്ത് ചെയ്യും? ഞാനൊരു പുതിയ വിദ്യ പ്രയോഗിക്കാൻ പോവുകയാണ്. ഒത്തു കിട്ടിയാൽ അവളുടെ അവസാനത്തെ നൃത്തമായിരിക്കുമെന്ന്. ഗുഡ് ലക്ക്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ടൈലർ വന്നു അല്ലേ? നീ പൊയ്ക്കോ, നീ പൊയ്ക്കോളാൻ. ആരും അറിയാതെ താനൊരു വേല ചെയ്യുന്നു. എന്താ സാർ? അയ്യോ സാർ, ഇത് കരിന്താണല്ലേ? ഇതിനെ ആ ഡ്രസ്സിൽ ഫിറ്റ് ചെയ്യണം. നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റാണിയുടെ നെഞ്ചത്ത് ഇത് കുത്തണം. ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല. സാർ, താൻ ഒന്നുകൊണ്ടും ഭയക്കണ്ട. ആ ഡ്രസ്സിംഗ് വരും. പേടിക്കാതൊരു താനിത് കൊണ്ട് നമ്മളെ മുറി കൊണ്ടിത് കൊടുക്കും. പുതിയ ഡ്രസ് അവിടെ വെച്ചേക്കും. എനിക്കൊരു കൂൾ ഡ്രിങ്ക് കൊണ്ടുവരാൻ ആ ബായിനോട് പറഞ്ഞു. പറയാം.